അതിൽ ഭൂരിഭാഗവും തോട്ടം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെ കഥയാണ്. എന്നാൽ തന്റെ തോട്ടം കൊണ്ട് ലാഭകരമായ കച്ചവടം നടത്തിയ ഒരു സ്വഹാബിയുണ്ട്, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. തനിക്കുണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ ജോലി ചെയ്തതിന്റെ പേരിൽ ഒരു ദിവസം തന്റെ അസർ നമസ്കാരം വൈകാൻ കാരണമുണ്ടായി. ആ ദിനത്തിന് ശേഷം പിന്നെ റസൂലിനെ കണ്ടുമുട്ടുന്ന ഘട്ടത്തിലൊക്കെ മനസ്സിന് വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നുപോയിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്റെ സമ്പത്ത് ദൈവബോധത്തിൽ നിന്നും തന്നെ വ്യതിചലിപ്പിക്കുന്നുവോ, തന്നെ അതിൽ നിന്നും വഴിമാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള പല ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ അരട്ടിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ ഒരു ആയത്ത് ഇറങ്ങുന്നത്. ആയത്ത് ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്നവരാകുന്നു. അത് അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള താരം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്ത് അവതരിച്ചതറിഞ്ഞ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉടനെ പ്രവാചകന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ബൈറുഹ തോട്ടം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത് കേട്ട പ്രവാചകൻ കൊടുത്ത മറുപടി, ത്വൽഹ, താങ്കൾ ഏറ്റവും നല്ല ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടം ചെയ്തിരിക്കുന്നു. ഇതുവരെ ഇങ്ങനെ മറ്റൊരാളും ഇത്രയും ലാഭകരമായ ഒരു കച്ചവടം നടത്തിയതായിട്ട് എനിക്ക് അറിയില്ല. എന്നിട്ട് പ്രവാചകൻ ചേർത്ത് പറഞ്ഞു, താങ്കളുടെ ആ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ബൈറുഹ തോട്ടം താങ്കളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അല്ലാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അബൂ ത്വൽഹ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം ചിലവഴിക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അവന്റെ റിസ്ക് ഇരട്ടിയായിട്ട് നൽകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, മന്നല്ലദീ യുഖ്രിദുല്ലാഹു ഖർദൻ ഹസനൻ ഫയുളായിഫു ലഹു അളാഫൻ കസീറ. അല്ലാഹുവിന് കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് അല്ലാഹു ഇരട്ടിയായിട്ട് തിരിച്ചു നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സങ്കല്പത്തിൽ ദീനിന്റെ അടിത്തറ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ചേർത്ത് പിടിക്കൽ കൂടിയാണ്. പരസ്പരമുള്ള ചേർത്ത് പിടിക്കലും സ്നേഹവും കൂടിയാണ് ഇസ്ലാമിക ദീനിന്റെ അടിത്തറ എന്നുള്ളത്. സ്വന്തം ക്ഷേമത്തെക്കാൾ മറ്റുള്ളവരുടെ തന്റെ കൂടപ്പിറപ്പുകളുടെ ക്ഷാമത്തെ അകറ്റാനും ആ ക്ഷാമാവസ്ഥയിൽ നിന്നും അവരെ കരകയറ്റാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ
സുപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള സകല കാര്യങ്ങളുടെയും അനേകം പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നുള്ളത് സമ്പത്താണ്. സമ്പത്ത് കൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള അനേകം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും. അതിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസ ഫിദ്ദുനിയ ഖൈറുൻ മിൻ ഇസ്നൈൻ, ലോകത്തെ ഏറ്റവും ഉത്തമമായ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് റഈഫുൻ തുസ്ബഹു ബിഹി അബ്ദുൻ ജാഇഫുൻ വഅമലത്തുൻ തഫ്റുജു ബിഹാ അൻ മൽഹൂഫ്. ഒന്ന് വിശക്കുന്നവന്റെ വയറ് നിറക്കുന്നതാണ്. മറ്റൊന്ന് പ്രയാസപ്പെടുന്നവന്റെ ആ പ്രയാസത്തെ കേൾക്കുന്ന, ആ പ്രയാസത്തിന് ആശ്വാസമാകുന്ന വാക്കുകളാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ട് മനുഷ്യ നിലനിൽപ്പിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. സമ്പത്ത് ചിലവഴിക്കാൻ ഇസ്ലാം വളരെ പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സംസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ധാരാളം ഇബാദത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിലെ മാനവികത വെളിപ്പെടുത്തുന്ന ഒരു ഇബാദത്താണ് സമ്പത്ത് ചിലവഴിക്കൽ എന്നുള്ളത്. അല്ലാഹുവിനോടുള്ള ബാധ്യതയായിക്കൊണ്ട് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്കിൽ മറ്റു സൃഷ്ടികളോടുള്ള, നമ്മുടെ ഭൂമി ലോകത്തിൽ തന്നെയുള്ള മറ്റു സൃഷ്ടികളോടുള്ള ബാധ്യതയാണ് നമ്മുടെ ദാനധർമ്മങ്ങൾ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് നമ്മുടേതല്ല. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ അത് പടച്ച റബ്ബ് തന്നെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകേണ്ടത് അള്ളാഹുവിന്റെ ധനത്തിൽ നിന്നാണ്. അല്ലദീനാക്കും, അത് നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല സംവിധാനങ്ങളുടെയും സമ്പത്തിന്റെയും ഒക്കെ ഉടമ, അത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബ് തന്നെയാണ്. അത് നമ്മളായിട്ട് ഉണ്ടാക്കി തീർത്തവന്നല്ല എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിത്തീരേണ്ടതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ തന്നെ നീണ്ട വർഷക്കാലം, അനേകം വർഷക്കാലം ജോലി ചെയ്ത് സമ്പാദിച്ച്, പക്ഷേ അതിൽ തന്റെ സമ്പാദ്യത്തിൽ എടുത്തു വെക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്റെ സമ്പാദ്യമായി കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ നിശ്ചിതമായ സമയം കൊണ്ട് അനേകം സമ്പത്തുകൾ കൈക്കലാക്കിയ ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ സമൂഹത്തിലെ അവസ്ഥകൾ നമുക്ക് വ്യത്യസ്തത പൂർവ്വം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ സമ്പത്തിന്റെ കൈകാര്യകർത്താവ് എന്നുള്ളത് അത് പടച്ച റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആർക്കിത് നൽകണം, ആർക്കിത് നൽകേണ്ടതില്ല, ആർക്കിത് ധാരാളമായിട്ട് നൽകണം, ഇനി ഇതാർക്ക് കുറച്ച് നൽകണം എന്ന് തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. അവൻ ഉദ്ദേശിച്ചത് ആർക്കൊക്കെ ഉദ്ദേശിച്ചുവോ അവർക്കിത് അല്ലാഹു തആല ഉദ്ദേശിച്ചത്ര നൽകുകയും ചെയ്യും. ഇനി ആർ ഉദ്ദേശിച്ചിട്ടില്ലയോ അവർക്ക് അല്ലാഹു തആല നൽകുകയും ചെയ്യില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർച്ചയും താഴ്ചയും ഒക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇസ്ലാം പഠിപ്പിക്കുന്നത്, എത്ര വലിയ സമ്പത്തുള്ളവനായാലും, എത്ര ചെറിയ സമ്പത്തുള്ളവനായാലും, ചെറിയവനും വലിയവനും, സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുള്ള മനുഷ്യനായാലും താഴ്മയിലുള്ള മനുഷ്യനായാലും, അവൻ കഴിയുന്നത് അവൻ ചിലവഴിക്കണം, അവന് ദാനധർമ്മങ്ങൾ നടത്തണം എന്നുള്ളതാണ്. ഇതിൽ ഒരു വ്യത്യസ്തത വരിക എന്ന് വെച്ചാൽ, ഉയർച്ചയിലുള്ളവൻ ആ ഉയർച്ചയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത്രയും അവൻ അവന്റെ ദാനധർമ്മത്തിൽ നൽകണം എന്നുള്ളതാണ്. ഇനി താഴ്ചയിലുള്ളവൻ, താഴ്മയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ടാകുന്നത് അവൻ
അവന് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തണമെന്നുള്ളതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള ഒരു രീതി സംവിധാനം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സ്വർഗം ലഭിക്കുന്ന മുത്തഖികളുടെ സവിശേഷതയായിക്കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അല്ലദീന യുൻഫിഖൂന ഫീ സറാഇ വദറാ എന്നുള്ളതാണ്. സുസ്ഥിതിയിലും ദുസ്ഥിതിയിലും, തന്റെ ഉയർച്ചയിലും തന്റെ താഴ്ചയിലും ഒരു വ്യക്തി ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ചിലവഴിക്കാൻ അവൻ സാധിക്കുന്നുവെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു തന്നെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. വലിയ ആസ്തിയുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ഒരു നേട്ടവും നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല, മറിച്ച് സമ്പത്ത് ചിലവഴിക്കാൻ, ദാനധർമ്മങ്ങൾ നടത്താനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രക്കിടയിൽ നമ്മൾ അനേകമായിട്ട് സമ്പാദിക്കുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ സമ്പാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് തന്റെ താഴേക്കിടയിലുള്ള ആളുകൾക്ക്, തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അവരെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് താങ്ങാവാൻ തണലാവാൻ വേണ്ടി ചിലവഴിക്കാൻ കൂടി സാധിക്കണമെന്ന് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതയാത്രക്കിടയിൽ അള്ളാഹുവിന്റെ കാരുണ്യം തുടരെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സമ്പത്ത് നല്ല രീതിയിൽ ചിലവഴിക്കാൻ സാധിക്കണമെന്നതാണ്. ഇങ്ങനെ ഇല്ലാത്തവരുടെ ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഉതകുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ, അങ്ങനെയുള്ള ഒരു ചിലവഴിക്കലുകൾ നമുക്ക് നടത്താൻ സാധിക്കണം. നല്ല മനസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇല്ലായ്മയിലും തനിക്ക് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി ഇല്ലെങ്കിലും വലിയ ഉയർച്ചയില്ലെങ്കിലും താൻ സമ്പത്ത് കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കാൻ താൻ സമയം കണ്ടെത്തും. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി ഒരു നിലക്കും അങ്ങനത്തെ ഒരു സാഹചര്യം തന്റെ ജീവിതഘട്ടത്തിൽ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ കൊണ്ട് അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ഗുണമായിട്ടുണ്ട്, അതൊരു പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. റസൂലിന്റെ പ്രിയ പത്നി കിലോമീറ്ററുകളോളം കാൽനടയായി നടന്നുകൊണ്ട് വലിയ വ്യാപാര ചരക്കുകളൊക്കെ ചുമറ്റി ഏറ്റിക്കൊണ്ടുവന്നുകൊണ്ട് താൻ ശേഖരിച്ച വിഭവങ്ങൾ വെച്ചുകൊണ്ട് ചില വിൽപ്പന്നങ്ങൾ നിർമ്മിച്ചു അത് വിപണനം നടത്തി ആ സമ്പത്ത് മുഴുവൻ, അതിൽ ലഭിച്ച മുഴുവൻ വിഹിതവും തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ചിലവഴിച്ച സംഭവ കഥകൾ നമ്മുടെ മുമ്പിൽ പരിചിതമാണ്. ഇങ്ങനെ ചിലവഴിക്കാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവർക്ക് പണം ഒരു പ്രശ്നമായി തീരില്ല എന്നുള്ളതാണ്. അത് അവർ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തീർക്കും, അതിനുള്ള വഴികൾ തന്റെ മുമ്പിൽ പണച്ചറപ്പ് തുറന്നിടുമെന്നുള്ളതാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പത്തുണ്ടായതുകൊണ്ട് നമുക്ക് കാര്യമില്ല, മറിച്ച് ഇത് ചിലവഴിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഒരു കതിർമണിയിൽ നിന്നും അതിന്റെ ഇരട്ടിയായിട്ട്, അതിന്റെ 7 ഇരട്ടിയായിട്ട് നമുക്ക് സമ്പത്ത് ഉയർന്നു വരുമെന്നുള്ളതാണ്. അത് സമ്പത്ത് ചിലവഴിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇരട്ടിയായിട്ട് അതിന് എത്രയോ ഉയർച്ചയിൽ നമുക്ക് സമ്പത്ത് പടച്ചാപ്പിൽ നിന്നും തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അത് നല്ല നെയ്യത്തോടു കൂടി നമുക്ക് സമ്പത്ത് ചിലവഴിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ സ്വീകാര്യപ്പെടുന്ന, തന്റെ സമ്പത്തിൽ വലിയ അഭിവൃദ്ധി നേടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി വെക്കുന്നു. ഒരിക്കല് പ്രവാചകന്റെ ജീവിതയാത്രക്കിടയിൽ ഒരു സുപ്രധാനമായ ഒരു ചരിത്രം. ഒരിക്കൽ മഹാനായ പ്രവാചകൻ ഒരു വേള വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയ പത്നി ആടിനെ അറുത്തുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിതരണം ചെയ്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, ആയിഷ എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുമ്പോ റസൂലിന് കൊടുക്കുന്ന മറുപടി തത്ഫ് അഥവാ ആടിന്റെ ചുമല് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ആടിന്റെ ചുമല് ബാക്കിയുണ്ട് എന്ന് പറയുമ്പോ റസൂൽ തിരിച്ചു ബാക്കിയുള്ളതൊക്കെ കൊടുത്തു തീർത്തു പ്രവാചകരെ എന്ന് പറയുമ്പോ
റസൂൽ കൊടുക്കുന്ന മറുപടി, അല്ല ആയിഷ, തീർച്ചയായും ബാക്കിയുള്ളത് നാം കൊടുത്തതാണ് എന്നതാണ്. നാം കൊടുത്തതാണ് ബാക്കിയുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ആളുകളാണ് മുസ്ലിം ഉമ്മത്തിന്റെ ആളുകളെന്ന് പ്രവാചക പാഠം നമുക്ക് പകർന്നു നൽകുന്നു. നമ്മൾ എത്രത്തോളം ചിലവഴിച്ചു, നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നൽകി, അതാണ് നമുക്ക് വേണ്ടി ബാക്കിയുള്ളത്. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നെത്തുമ്പോൾ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ധനം, നമ്മുടെ സമ്പത്ത് എന്നുള്ളത് എല്ലാ നിലക്കും നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതയാത്രക്കിടയിൽ നമ്മൾ അശ്രദ്ധപൂർവം നമ്മുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കല് വലിയ രൂപത്തിൽ ശിക്ഷയ്ക്ക് കാരണക്കാരായി തീരുന്ന ഒന്നുകൂടിയാണെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇങ്ങനെ കൊടുത്തത് ബാക്കിയുള്ള സിദ്ധാന്തത്തിന്റെ വാഹകരായി നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമുക്ക് ധാരാളമായിട്ട് ചിലവഴിക്കാൻ, അനേകായിരം ആളുകൾക്ക് സാന്ത്വനമാകാൻ, അതിന്റെ സാന്ത്വന സ്പർശമാകാൻ നമുക്ക് സാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. മറ്റൊരിക്കല് മുആവിയ റളിയല്ലാഹു അൻഹു പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കല് ഒരു 9,000 ദിർഹം പണം കൊടുക്കുന്നത്. ഇത് ലഭിക്കുന്ന ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹു നോമ്പിന്റെ അവസ്ഥയിലായി, അഥവാ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ആയിരുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇത് കിട്ടിയ സാഹചര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആ പണം ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചിലവഴിക്കുന്നത് കണ്ട് അവസാനം വൈകുന്നേരം തന്റെ സന്നിധിയിലുള്ള ഒരു കുട്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് 2 ദിർഹമെങ്കിലും എടുത്തു വെക്കാനില്ലേ, നമുക്ക് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ അതിൽ നിന്നും വാങ്ങിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ കൊടുക്കുന്ന മറുപടി, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിനക്കിത് നേരത്തെ ഓർമ്മിപ്പിക്കായിരുന്നില്ലേ എന്നുള്ളതാണ്. അഥവാ തന്റെ ധനം, തന്റെ സമ്പത്ത് കൈമൈ മറന്ന് സഹായിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ സന്നദ്ധരായ ആളുകളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മുടെ മുൻപേ നടന്ന പ്രിയപ്പെട്ടവരെന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ സ്വന്തം കാര്യത്തിൽ നിന്നും മറ്റുള്ളവരുടെ കാര്യത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തില് നമുക്കറിയാം, ധാരാളം കച്ചവടക്കാരെ നമ്മുടെ പരിചയമാണ്. ഒരിക്കല് ഈ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കഥ, സ്വന്തം കച്ചവട സ്ഥാപനത്തിൽ കച്ചവടം അത്യാവശ്യമായി നടന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ള ആവശ്യ കച്ചവടം നടന്ന ഘട്ടത്തിൽ അവിടെ കടന്നു വരുന്ന അടുത്ത കസ്റ്റമേഴ്സിനെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പറഞ്ഞയച്ച് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തൊട്ടടുത്ത കടയിൽ പോകുക, അവർക്ക് ഇന്ന് ഒരു തരത്തിലും കച്ചവടം നടന്നിട്ടില്ല, അവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അവരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ലഭിക്കാനിരിക്കുന്ന കച്ചവടത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തിരുന്ന, അവരെ കൂടി ജീവിതത്തില് പരിപോഷിപ്പിക്കാൻ, ഉയർച്ചകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുമ്പുള്ള ആളുകൾ എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിരുന്ന ആളുകളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ മുൻപേ നടന്നവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, അലാ കുല്ലി മുസ്ലിമിൻ സദഖ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൽ അവരുടെ ഒരു ബാധ്യത തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴ്ന്നവനായാലും ഉയർന്നവനായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലുള്ളത്, അവനാൽ കഴിയുന്നത് അവൻ സഹായിക്കൽ, മറ്റുള്ളവരെ ചേർത്ത് നിർത്തൽ, അത് വളരെ പുണ്യമേറിയ കാര്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എല്ലാവരും ദാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇല്ലാത്തവർ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോ റസൂൽ പറയുന്ന മറുപടി, യഅമലു ബിയദിഹി, നിങ്ങൾ പോയിട്ട് അധ്വാനിക്കുക, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക, ആ അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്നത് വെച്ച് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുക, ശേഷം നിങ്ങൾ ദാനധർമ്മങ്ങൾ നടത്തുക എന്നുള്ള ഒരു പാഠമാണ് റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരിക്കലും ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള ദാനധർമ്മത്തെ പറ്റിയിട്ടല്ല പരിചയപ്പെടുന്നത്, മറിച്ച് അതൊരു കാലഘട്ടത്തെയാണ് നമ്മുടെ മുമ്പിൽ ഇസ്ലാം പരിചയപ്പെടുന്നത്. അത് അഫ്ദലു സ്വദഖ ഫീ റമദാൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്നുള്ളത് അത് റമദാനിലെ ദാനധർമ്മങ്ങളാണെന്ന് നമ്മുടെ മുമ്പിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. നമുക്കറിയാം, റമദാനായി കഴിഞ്ഞാൽ നമ്മൾ അനേകായിരങ്ങൾ സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് നമ്മുടെ
പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാനധർമ്മങ്ങൾ നടത്തുന്നവരാണ്. പള്ളിയിൽ ഇഫ്താറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ നടത്തുന്നവരാണ്. ഇങ്ങനെ നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ട് റമദാൻ കിറ്റിന്റെ വിതരണവും ഇതുപോലെ തന്നെ മറ്റു ഇസ്ലാമിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന്റെ നല്ല മുന്നോട്ട് പോക്കിന് വേണ്ടി ധാരാളം സഹായങ്ങൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ റമദാനിൽ നടത്തുന്ന ദാനകർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തരത്തിലുള്ള സ്വീകാര്യതയും വലിയ തരത്തിലുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്ന് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ ഭവന സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതുപോലെ തന്നെ യതീമിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങൾ, അവരെ ചേർത്ത് പിടിക്കലുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തരത്തിൽ സ്വീകാര്യപ്പെടുന്ന കാര്യമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. റസൂലിനെ പറ്റി ഒരിക്കല് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റസൂലു അജ്വദൻ നാസ് എന്നുള്ളതാണ്. 3 ദിവസം തുടർച്ചയായിട്ട് വയറു നിറക്കാത്ത റസൂല് ഏറ്റവും അധികം ദാനം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിനെ പറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു വക്കാന അജ്വദുൻ റമദാൻ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായിട്ട് ചിലവഴിച്ചിരുന്നത് റമദാനിലായിരുന്നു. റമദാനിലാണ് അധികമായി റസൂൽ ചിലവഴിച്ചിരുന്നത്, ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ള ഒരു പാഠവും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവർ. ഇങ്ങനെ റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് ചിലവഴിക്കാൻ, നമ്മളിലുള്ള സമ്പത്ത് അതിന് ഏറ്റവും വലിയ രീതിയിൽ തന്നെ നമുക്ക് ചിലവഴിക്കാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, ഇസ്ലാമിക സംവിധാനങ്ങളെ ചേർത്ത് പിടിക്കാൻ, ഇസ്ലാമിന്റെ ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ധാരാളം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ല. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ഭൗതികമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വലിയ ഉയർച്ചയും വലിയ സംരക്ഷണവും ഒക്കെ നൽകുന്ന ഒന്നാണ്. ആ തരത്തിൽ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇസ്ലാമിക ഉമ്മത്ത് നേരിടുന്ന ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഇസ്ലാമിനെ ചേർത്ത് പിടിക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ ചേർത്ത് പിടിക്കാൻ, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അത് സമ്പത്ത് കൊണ്ട് നൽകുന്ന വലിയ വാഗ്ദാനവും വലിയ ഉയർച്ചയും പ്രിയപ്പെട്ടവരെ നാളെ വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വലിയ പ്രചോദനവും വലിയ ഉന്മേഷവുമായി തീരും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ നൽകാൻ, ഏറ്റവും കൂടുതൽ നമുക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൊടുക്കുന്നതേ ഉണ്ടാകൂ, കൊടുത്തതേ ബാക്കിയുള്ളൂ എന്ന് പഠിപ്പിച്ച സിദ്ധാന്തത്തിന്റെ ഭാഗവാക്കായ നമ്മ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ അനേകായിരങ്ങൾ കൊടുക്കാൻ, അനേകായിരം പ്രതിഫലങ്ങൾ വാടിക്കൂട്ടാൻ നമുക്ക് സാധിക്കണം. നാഥന് വേണ്ടി എല്ലാം നൽകാൻ നല്ല മനസ്സോടുകൂടി, നല്ല നിയത്തോടുകൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ സകലതും സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുക. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പുകാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ച് തിരുമാറാകട്ടെ. റമദാനിലെ ഈ ദിനരാത്രങ്ങളിൽ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഇന്നില്ല. അവരുടെ പരസ്യ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റമദാൻ നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ ബാക്കിയിരിക്കുന്ന ദിനരാത്രങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ, കൂടുതൽ ഖിറാഅത്തുകളും തിലാവത്തുകളും തദബ്ബുറുകളും നടത്താനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، عباد الله، أوصيكم ونفسي وثانيا بتقوى الله.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പിതാവിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാൽ طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في الهند، اللهم انصر المسلمين في الهند. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام.